ഇവരുടെയൊക്കെ ഇടയിൽ സൂര്യ സാർ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് തന്നെ അത്ഭുതമാണ് മോളെ. സത്യം മോളെ, അവരെല്ലാരും കൂടെ ചേർന്ന് സാറിനെ ഇങ്ങനെയാക്കി. സൂര്യ സാർ കള്ളൂടി നിർത്തിയപ്പോ എന്തോന്ന് വിഷമമായിരുന്നു ഇവർക്കൊക്കെ. സൂര്യ സാർ കള്ളൂടി നിർത്തി മോളെ നന്നായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ അവർക്കത് പിടിച്ചില്ല. അതുകൊണ്ടാ മോള് പറഞ്ഞതുപോലെ പടക്കെറിഞ്ഞ് കൊല്ലാൻ നോക്കിയത്. അവറ്റകളെ കൂടപ്പുറപ്പുകളൊന്നും അല്ല, ചെകുത്താന്മാരാ, പിശാശികള്. ആ മോളെ അടി കൊടുത്തായിരുന്ന? ആ കൊടുത്തെങ്കിൽ അതിന് ഒരു തെറ്റുമില്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് കുറ്റം അവരുടെ തലയിലേക്ക് ചാരി മാന്യത കാണിച്ചു നിൽക്കുമായിരുന്നു ഭാര്യയും ഭർത്താവും. പിന്നെ ഞാനൊന്നും നോക്കിയില്ല രാജുവേട്ടാ. അവസാനിക്കുകയാണെങ്കിൽ എല്ലാം അവസാനിക്കട്ടെ എന്ന് കരുതി. ഇന്ന് വരെ ഈ കുടുംബത്ത് ആരോടും ഞാൻ കൈപൊക്കിയിട്ടില്ല. അതറിയാം. അതെനിക്ക് അറിയാത്തോണ്ടൊന്നും അല്ല രാജുവേട്ടാ. ചെയ്തിട്ടുണ്ട് ഞാൻ. അന്യായം എവിടെ കണ്ടാലും ചോദ്യം ചെയ്തിട്ടുമുണ്ട്. എത്ര വലിയ ആളായാലും വിട്ടുകൊടുത്തിട്ടുമില്ല. ഇവിടെ ജീവിക്കുന്ന നന്ദിനി വേറൊരാളാ. കാരണം യതീന്ദ്രൻ സാർ നല്ലൊരു മനുഷ്യനാ. പിന്നെ ഇപ്പൊ ഞാൻ ദൈവം പോലെ കാണുന്ന സൂര്യ സാർ. അതുകൊണ്ടാണ് ഞാൻ ഒതുങ്ങുന്നത്. മോള് ഒന്ന് നേരെ നിന്ന് സംസാരിച്ചാൽ എവരുടെ നിന്ന് നാവ് പൊങ്ങില്ല. പക്ഷെ അവർക്ക് മാർഗങ്ങൾ ഒരുപാടുണ്ട് മോളെ. വകയുള്ള വർഗങ്ങളെ. ഇന്ദ്രജ മേഡത്തിന്റെ മുഖത്ത് വീണ അടി അവര് മറക്കില്ല. അതിനവരെന്തെങ്കിലും പകരം ചെയ്യും. മോൾ സൂക്ഷിക്കണം. എന്നെ അവരെന്താന്ന് വെച്ച് ചെയ്തോട്ടെ. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് സൂര്യസാറിനെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കാൻ ശ്രമിച്ച മക്കളാണോ അമ്മയാണോ എന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ സൂര്യസാറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കാം എല്ലാവർക്കും. ഇങ്ങനെ അധികാരത്തോടെ സൂര്യസാർ എന്റേതാണെന്ന്, എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണെന്നും പറയുമ്പോ കൈക്കും കാലിനും കിട്ടുന്ന ഒരു ബലം ഉണ്ടല്ലോ രാജുവേട്ടാ. അത് ലോകത്തെ എന്ത് ചെയ്താലും കിട്ടാത്തൊരു കാര്യ. ഇവർക്ക് പൊരുതാൻ പഠിക്കണമെങ്കിലേ അത് എവിടെങ്കിലും പഠിക്കാൻ പോകേണ്ടി വരും. പക്ഷെ എനിക്കത് വേണ്ട. സുദേവന്റെ മോള് വെറും കന്നാലി തൊഴുത്തിൽ ജീവിച്ചു തുടങ്ങിയതാ. കഷ്ടപ്പാടുകൾ ചവിട്ടിക്കാറാൻ മനസ്സുള്ളവളാ. അത് ഞാൻ തെളിയിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. നന്ദിനി ഇവിടുന്ന് പോവേണ്ടി വന്നതില് നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടല്ലേ? എനിക്ക് വിഷമമുണ്ടെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമല്ലേ? അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അത് പോട്ടെ. പലതും അങ്ങനെ ജീവിതത്തിൽ നിന്നും മറന്നു കളയേണ്ടി വരും. സൂര്യ ഹോസ്പിറ്റലിൽ ഇപ്പം ആയതുകൊണ്ട് കമ്പനിക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയൊരു നഷ്ടം. എന്ത് നഷ്ടം? നമ്മുടെ മുംബൈയിലെ എക്സ്പോ ഇല്ലേ, അവിടെ ചെയ്യാനുള്ള 2-3 എഗ്രിമെന്റ്സ് ഉണ്ട്. ആരെങ്കിലും പോയി എഗ്രിമെന്റ്സ് ഒക്കെ ചെയ്തില്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടും. എത്ര കാലത്തെ പരിശ്രമമാണ് ഇതൊക്കെ. ആനന്ദിനോട് നേരത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറഞ്ഞിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ദിവസം ആരെങ്കിലും അവിടെ എത്തിയാൽ മതിയല്ലോ. താൻ പോയി വന്നോളൂ. സൂര്യ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കിടക്കുമ്പോ എനിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്കും പറ്റില്ല.
എന്റെ മനസ്സൊന്നിലും ഉറച്ചു നിൽക്കില്ല. ഇതിനേക്കാൾ വലിയ നഷ്ടം വേറൊന്നും ഇല്ലല്ലോ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ എന്ത് ചെയ്യാനാ പത്മ? അല്ലെങ്കിൽ പിന്നെ വിജയ് ആനന്ദിന്റെ കൂടെ പോട്ടെ. എഗ്രിമെന്റ് ചെയ്യാനുള്ള അധികാരം എനിക്കും നിങ്ങൾക്കും സൂര്യക്കും മാത്രമാണല്ലോ. അതിനു പകരം വിജയ് പോയിട്ടെന്താ? ഇതിനിപ്പോ എന്ത് മറുപടിയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊന്ന് പോയി വരാൻ പറ്റുമോ? പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നോക്ക്, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക. സൂര്യയുടെ അടുത്ത് ആരും ഇല്ലെന്നുള്ള ടെൻഷനാണോ നിങ്ങൾക്ക്? സൂര്യ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ഫുൾ ടൈം അവള് തന്നെ സൂര്യയുടെ റൂമിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഡാഡി, മമ്മി ഈ സമയത്ത് പോകാൻ വേണ്ടി ഫോഴ്സ് ചെയ്യരുത്. സൂര്യക്ക് മമ്മിയോട് വെറുപ്പാണെങ്കിലും മമ്മി സൂര്യയെ സ്നേഹിക്കുന്നത് എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം. ഡാഡി പോയിട്ട് വാ. നിങ്ങൾക്കൊക്കെ പറയാൻ വളരെ നിസ്സാരമാണ്. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഒന്നും നോക്കാതെ പോവുകയും ചെയ്യായിരുന്നു. കാരണം മനുഷ്യത്വം നിങ്ങളുടെ ഒന്നും അടുത്തുകൂടെ പോയിട്ടില്ലല്ലോ. ഈ കാര്യത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കണ്ട. കമ്പനിക്ക് എഗ്രിമെന്റ് നഷ്ടപ്പെടാൻ പാടില്ല. പത്മ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കും. അല്ലെങ്കിൽ ആ എഗ്രിമെന്റുകൾ നീട്ടിവെക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ നോക്ക്. ഇത്രയും കാലം കമ്പനിക്ക് വേണ്ടി രാവും പകലും ഒന്നില്ലാതെ ഓടി നടന്നത് ഞാനാ. എന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ വേദനകളെ കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. ആദ്യമായിട്ടൊരു കാര്യം എനിക്ക് വേണ്ടി പകരമായിട്ട് ഒന്ന് പോവാൻ പറയുമ്പോ ഇതാണോ നിങ്ങളുടെ നിലപാട്? പോണ്ട, എല്ലാം നശിച്ചു പോട്ടെ. നാളെ മുതല് കമ്പനിയും പൂട്ടിയിടാൻ പറയാം. അപ്പൊ സമാധാനം ആവുമല്ലോ. വേണ്ട, ഇതിനു വേണ്ടി ഇനി ഒരു തർക്കം വേണ്ട. ഞാൻ പോയാലേ പറ്റുമെങ്കിലും ഞാൻ പോവാം. പക്ഷേ എനിക്കാദ്യം ഡോക്ടറോട് സംസാരിക്കണം. സൂര്യയുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയണം. അഥവാ ഞാനിനി പോയാലും സൂര്യ ഇവിടെ സുരക്ഷിതനായിരിക്കണം. ഡാഡി, ഏട്ടന്റെ കാര്യത്തില് ഈ അവസ്ഥയില് ഞങ്ങൾ വാശി കാണിക്കും തോന്നുന്നുണ്ടോ? ഞങ്ങൾ നോക്കിക്കോളാം.